നമസ്കാരം, ഞാൻ രശ്മി. തനിമ എക്സ്ക്ലൂസീവ്. പൂവച്ചൽ ബഡ് സ്കൂളിൽ വൻ അഴിമതിയെന്ന് ആരോപണം. പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് എടുത്തു കാണിക്കാവുന്ന ഒരു സ്ഥാപനമായി മാറേണ്ടതാണ് ഈ ബഡ് സ്കൂൾ. ഈ ആരംഭം മുതൽ നന്നായി പോയതുമാണ്. പക്ഷേ ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത്, ഈ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിന് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് ഈ ബഡ് സ്കൂൾ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും പഞ്ചായത്തിനോ അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് രക്ഷകർത്താക്കളെയും വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ജനപ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇതിനൊരു പ്രശ്നവും വരില്ലായിരുന്നു. എത്ര പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞാലും അത് എല്ലാം ക്ലിയർ ചെയ്യാം, കണക്കുകൾ കാണിക്കാം. ഇതിൻ്റെ കണക്ക് പോലും പഞ്ചായത്തിൽ യഥാസമയം അവതരിപ്പിക്കാറോ പഞ്ചായത്തിൽ ജനപ്രതിനിധികൾക്കോ അറിയാൻ പറ്റുന്ന സാഹചര്യമല്ല. പിന്നെ അത് നമ്മളൊരു സമരമായി രംഗത്ത് വരാത്തത് ആ കുട്ടികളുടെ ഈ വൈകല്യങ്ങളുള്ള കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാകരുത് എന്ന് കരുതിയാണ് നാളിതുവരെ നമ്മൾ ശ്രമിച്ചിരിക്കുന്നത്. വളരെ അഴിമതിയാണ് ഇതിനകത്ത്. ആരോപണങ്ങൾക്കിടെ ഒരാഴ്ചയായി അടച്ചിട്ടിരുന്ന സ്കൂൾ 2-ാം തീയതി തുറന്നപ്പോൾ കരാർ അടിസ്ഥാനത്തിൽ കുട്ടികളെ എത്തിച്ചിരുന്ന ബസ്സുമായി ഉടമ മുങ്ങി. ഇവിടെ 56 കുട്ടികൾ. പിന്നെ നമുക്ക് എത്ര കുട്ടികളുടെ സ്ഥിരമായിട്ട് 18-20 വരും. മാസത്തിലാണ് സപ്ലൈകോ സാധനം എടുക്കണം. പച്ചക്കറി ആഴ്ചയിൽ ഒരു 200 രൂപയുടെ കിറ്റാണ് ഇപ്പൊ വാങ്ങണം. ഇപ്പൊ 200 രൂപ തീർന്നതിനനുസരിച്ചാണ് ഞങ്ങൾ വാങ്ങണം. ഞങ്ങൾ തന്നെയാണ് ഇപ്പൊ പഞ്ചായത്തിന്റെ ഇത് കണക്ക് കാരണം ഞങ്ങൾ തന്നെയാണ് പോയി പർച്ചേസ് ചെയ്യുന്നത്. സജു എന്ന് പറയുന്ന ഇവിടുത്തെ ഡ്രൈവറും ടീച്ചറുമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഞാൻ അന്ന് ഒരു 2 മാസത്തിനിടയിൽ ഇവിടുത്തെ വാർഡ് മെമ്പറും ആയിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു ടീച്ചറുമായിട്ട്. അപ്പൊ ആ സമയം മുതൽ ഇവിടെ എന്തോ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞിട്ടിങ്ങനെ അപ്പം പഞ്ചായത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നിങ്ങൾ തന്നെ പർച്ചേസ് നടത്തിക്കോളാൻ പറഞ്ഞു. ഇത് കാരണം വ്യാഴാഴ്ച ഇവിടെ കുട്ടികളെ എത്തിക്കാൻ കഴിഞ്ഞില്ല. അതേസമയം ആരോപണ വിധേയയായ അധ്യാപികയെ മാറ്റി നിർത്തി പുതിയ അധ്യാപികയെ താൽക്കാലിക ചുമതല ഏൽപ്പിച്ചുവെങ്കിലും സ്കൂൾ പ്രവർത്തിപ്പിക്കാൻ സാധിച്ചില്ല. കാട്ടാക്കട പുന്നാങ്കരിക്കകത്ത് 56 വിദ്യാർത്ഥികളുമായി പ്രവർത്തിക്കുന്ന ബഡ് സ്കൂളിലാണ് അധ്യാപികയും സ്കൂൾ ബസ് കരാറെടുത്ത ആളുമായി ചേർന്ന് വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തി സ്കൂൾ പ്രവർത്തനം അവതാളത്തിലാക്കിയതെന്നാണ് ആരോപണം. അറ്റൻഡൻസ് രജിസ്റ്ററിൽ 56 കുട്ടികൾ കണ്ടിട്ടില്ല. കാരണം അതായത് അവര് അഡ്മിഷൻ എടുത്ത രജിസ്റ്ററിൽ 56 കുട്ടികൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു അധ്യയന വർഷം വരുമ്പോഴത്തേക്ക് ജനുവരി മാസം, ഫെബ്രുവരി മാസം, മാർച്ച് അങ്ങനെ ഓരോ മാസം എടുക്കുമ്പോഴും എത്ര കുട്ടികൾ ഉണ്ടായിരുന്നാലും അത്രയും കുട്ടികളുടെ പേര് ആ രജിസ്റ്ററിൽ കാണേണ്ടതാണ്. പക്ഷെ അതങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 20 കുട്ടികളുടെ കണക്ക് വെച്ചിട്ട് ഒരുപാട് കുട്ടികളുടെ എണ്ണത്തിൽ കുട്ടി എഴുതിയിട്ടുണ്ട് എന്ന് അവര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഉദ്യോഗസ്ഥരാണ് ഇതെല്ലാം നോക്കേണ്ടത്. നമുക്ക് അവരുടെ രജിസ്റ്റർ പരമായിട്ട് അവര് ഓരോ ഭക്ഷണ കാര്യങ്ങളിൽ എല്ലാം ഇംപ്ലിമെന്റിങ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടുത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പൊ അവർക്കേ അറിയാൻ പറ്റുള്ളൂ ഇതെന്താണ് ഏതാണ് കണക്ക് കാര്യങ്ങളൊക്കെ അവരാണ് നോക്കുന്നത്. ഞാൻ ഒരു നിമിഷം അന്ന് അതായത് പോയി ഒന്ന് രജിസ്റ്റർ ഒന്ന് മറിച്ചതിനാണ് അവരിലേക്ക് ഈ ഒരു പ്രകോപനപരമായിട്ടുള്ള രീതിയിലേക്ക് എന്നിലേക്ക് വന്നത്. ഇവർ തമ്മിൽ അസാരസ്യത്തിലായതോടെയാണ് തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു വന്നു തുടങ്ങിയത്. കുട്ടികളുടെ ഭക്ഷണം, പച്ചക്കറി, പാചകവാതകം ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിൽ അധിക കണക്കുണ്ടാക്കി തുക വെട്ടിക്കുകയും 10 കിലോമീറ്റർ ചുറ്റളവിൽ കുട്ടികളെ എത്തിക്കാൻ ബസ്സിന് ദിനവും 150-ലധികം കിലോമീറ്റർ ഓടിയതായി കാണിച്ച് 500ഓളം രൂപ അധികമായി ദിനവും ചേർത്ത് തട്ടിയെടുത്തതായും ആരോപണമുണ്ട്. നമ്മൾ ഇന്ന് ഒരു വലിയ വേദനാജനകമായ ദിവസമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പൂവച്ചൽ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ജനപ്രതിനിധികളെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ബഡ് സ്കൂളിൽ കുട്ടികളില്ല. ഇന്ന് ഈ സമയത്ത് ഇവിടെ ഇരിക്കേണ്ട കുറേ കുട്ടികൾ വീടുകളിലാണ് ഇരിക്കുന്നത്. രക്ഷിതാക്കൾ ജോലിക്ക് പോകാതെയും എല്ലാം കുട്ടികളെ സംരക്ഷിച്ച് വീടുകളിൽ ഇരിക്കുകയാണ്. കാരണം എന്താണ്? ഈ സ്കൂളിൽ നടന്ന ഒരു അഴിമതിയാണ്. അത് കാലാകാലങ്ങളായി ഈ ഞങ്ങൾ ഭരണസമിതി കയറി 6ാമത്തെ മാസം തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. BJPയുടെ മെമ്പർമാരെല്ലാവരും ചേർന്ന് അന്ന് തന്നെ രേഖാമൂലം പരാതി നൽകിയിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 43 കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് ഇവിടെ നൽകുന്നതെന്ന് പറഞ്ഞു. 43 കുട്ടികളുടെ സ്ട്രെങ്ത് ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന് സ്ഥിരം നോക്കുന്ന സമയത്ത് 21 കുട്ടികളോ 22 കുട്ടികളേ ഉള്ളൂ. അവശ്യ സാധനങ്ങൾ വാങ്ങിയ ശേഷം കിട്ടുന്ന ബില്ലുകൾ മാറ്റി പകരം കൂടുതൽ തുക എഴുതി ബില്ലുണ്ടാക്കി സ്കൂൾ ടീച്ചർ തസ്തികയിലുള്ള ഇവർ പ്രിൻസിപ്പൽ എന്ന പേരിൽ വ്യാജ സീലുണ്ടാക്കി ബില്ലിൽ പതിച്ചാണ് പഞ്ചായത്തിൽ സമർപ്പിച്ച് ബില്ല് മാറി എടുത്തിട്ടുള്ളത്. ആഴ്ചയിൽ 200 രൂപയ്ക്ക് പച്ചക്കറി മതിയെന്നിരിക്കെ 3500 രൂപയാണ് ഒരു മാസത്തെ പച്ചക്കറി വാങ്ങിയ കണക്ക്.
56 കുട്ടികൾ ഉണ്ടെങ്കിലും ശരാശരി 20ഓളം പേരെ ക്ലാസ്സിലുണ്ടാകൂ. എന്നാൽ 40ഓളം പേരുടെ കണക്ക് കാണിച്ചാണ് മുട്ട, പാൽ, പച്ചക്കറി എന്നിവയുടെയൊക്കെ കണക്കുണ്ടാക്കുന്നത്. ഇതൊക്കെ പഞ്ചായത്ത് അറിഞ്ഞിട്ടും ഇതിൽ കടുത്ത നടപടി സ്വീകരിക്കാത്തതിലെ ദുരൂഹതയുണ്ടെന്നും പഞ്ചായത്ത് അംഗങ്ങൾ ആരോപിച്ചു. CPM ഭരിക്കുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ്, BJP പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ സ്കൂൾ അഴിമതിയും ക്രമക്കേടുകളും അന്വേഷിക്കണമെന്നും ടീച്ചറുടെയും ബസ് കരാർ എടുത്ത ആളുടെയും ബഡ് സ്കൂളിലെ ചെയ്തികളെയും ഇവരുടെ പണം ഉൾപ്പെടെയുള്ള ഇടപാടുകളെക്കുറിച്ചും വിശദമായി അന്വേഷിച്ചു നടപടി സ്വീകരിക്കണമെന്നും ഇല്ലെങ്കിൽ വിഷയം പൊതുജനത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമര പരിപാടികൾ നടത്തുമെന്നും പറഞ്ഞതോടെ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ വിഷയം പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ഭരണസമിതി ചുമതല നൽകിയിരിക്കുകയാണ്. ഇതിനിടെയാണ് കരാർ നൽകിയ ബസ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പിൻവലിച്ച് ഉടമ മുങ്ങിയത്. അതേസമയം നാളിതുവരെയുള്ള മുഴുവൻ രജിസ്റ്ററുകളും കണക്കുകളും രേഖകളും പരിശോധിച്ച് നഷ്ടപ്പെട്ട പണം ഇവരിൽ നിന്നും ഈടാക്കണമെന്നും വ്യാജ ബില്ലുകൾ ഉൾപ്പെടെ മാറിപ്പോയ സ്ഥിതിക്ക് പഞ്ചായത്തിലെ അന്വേഷണവും നടപടിയിലും തീരുമാനം ആകില്ല എന്നും ബഡ് സ്കൂൾ വിവാദം വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കണമെന്നുമാണ് കോൺഗ്രസ് അംഗം കട്ടക്കോട് തങ്കച്ചൻ, BJP അംഗം ജിജിത്ത് എന്നിവർ ആവശ്യപ്പെടുന്നത്. സ്കൂൾ പ്രവർത്തനം ഇനി തടസ്സപ്പെടില്ല എന്നും ഉടൻ തന്നെ ബസ് സൗകര്യം ഏർപ്പെടുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സനൽകുമാർ പറഞ്ഞു. ബസ് സ്കൂള് ഇപ്പോ പഴയ നിലവാരത്തിൽ തന്നെ വീണ്ടും തുറന്നു പോകുന്നതിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിനിടയ്ക്ക് ഇപ്പോ യാത്രാ സൗകര്യത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിലവിലുണ്ടായിരുന്ന വാഹനം ഇപ്പോൾ അത് തുറന്നു വരാനുള്ള ബുദ്ധിമുട്ട്, വാഹനത്തിന്റെ പ്രശ്നം കൊണ്ടാണ് പുതിയ വാഹനം കണ്ടെത്തി തരാൻ പുള്ളിക്ക് കഴിയാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് പകരം ഒരു വാഹനം ഇന്ന് തന്നെ അറേഞ്ച് ചെയ്ത് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ വാഹനത്തിൽ തന്നെ കുട്ടികളെ എടുക്കുന്നതിനുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഇതിനിടയ്ക്ക് ഒരാഴ്ച താൽക്കാലികമായിട്ട് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2 കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം നമ്മൾ വെക്കേഷന് ഒരു 15 ദിവസത്തോളം വെക്കേഷനായിട്ട് കൊടുത്തിരുന്നു. എങ്കിലും അത് ജില്ലാ മിഷൻ അങ്ങനെ വെക്കേഷൻ പറയുന്നില്ലെങ്കിൽ പോലും സാഹചര്യത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ 15 ദിവസത്തോളം കൊടുത്തു. കാരണം ഈ ജീവനക്കാർ ഒരു കണക്ക് ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്കൊരു റിലാക്സേഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ വർഷം അതങ്ങനെ ആലോചിച്ച് വരുമ്പോഴാണ് ചെറിയ ചെറിയ അലോസരങ്ങൾ ജീവനക്കാർ തമ്മിൽ ഉണ്ടായതായിട്ട് ശ്രദ്ധയിലും പെട്ടിരിക്കും. അപ്പോൾ അത് ഒരു അളവ് വരെ പരിഹരിച്ചുകൊണ്ട് അതിന് പകരം സംവിധാനം ഉണ്ടാക്കി. ഇപ്പോൾ 30-ാം തീയതി പഞ്ചായത്ത് കമ്മിറ്റി കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിന് പരിഹാരങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഉണ്ടായിരുന്ന ടീച്ചറിനെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ ഒരു ടീച്ചറിനെ ഇതിനിടയ്ക്ക് ട്രെയിനി ആയിട്ടുണ്ടായിരുന്ന ടീച്ചറിനെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ബഡ് സ്കൂള് പൂവച്ചലിന്റെ ഒരു അഭിമാന പ്രശ്നമാണ്. അതിനകത്ത് ആ സ്കൂളിന് മറ്റൊരു കളങ്കവും വരാനും മറ്റൊരു പ്രതിബന്ധവും വരാൻ പഞ്ചായത്ത് ഒരു കാരണവശാലും അനുവദിക്കില്ല. മുമ്പ് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഇങ്ങനെ ഒരു പരാതി വന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അത് പരിശോധിച്ചു. അപ്പോൾ ആ പറയുന്ന പരാതിയിൽ കഴമ്പില്ല. കാരണം അതിനകത്ത് ഉണ്ടായിരുന്നത് ലോക്കൽ പർച്ചേസ് ആണ് പലയിടത്തും ചെയ്തിരുന്നത്. കൊട്ടേഷൻ കൊടുത്തിട്ടുള്ള പർച്ചേസ് അല്ല ഉണ്ടായിരുന്നത്. അപ്പോൾ ലോക്കൽ പർച്ചേസ് ആകുമ്പോൾ തന്നെ അതിന് ഔദ്യോഗികമായിട്ട് വരുമ്പോൾ അതിന് ബില്ല് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ബില്ല് സബ്മിറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു പരസ്പര ധാരണയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കണക്കിൽ വേറെ ക്രമക്കേടൊന്നും ഇല്ല എന്നുമാണ് അപ്പോഴത്തെ പ്രിൻസിപ്പൽ ടീച്ചറിന് പോസ്റ്റുള്ള ഒരാൾ പ്രിൻസിപ്പലിന്റെ സീൽ ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ പ്രിൻസിപ്പലിനൊരു പോസ്റ്റ് ഇല്ല. അപ്പൊ ആ ഒരു പോസ്റ്റ് ടീച്ചറാണ് പ്രിൻസിപ്പലിന്റെ സീല് ഉപയോഗിച്ചാണ് ചെയ്തത്.